Hi all, welcome back to my channel. എങ്ങനെയാണ് ഒരു കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നത്? നമുക്കറിയാം കുഞ്ഞ് വളർന്നു കിടക്കുന്ന പ്രായത്തിലും ഇരിക്കുന്ന സമയത്തൊക്കെ പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഒരു കുഞ്ഞിന്റെ സംസാരം കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വയസ്സിലാണ് അല്ലേ? ഒരു വയസ്സിൽ കഴിയുമ്പോഴാണ് ഫസ്റ്റത്തെ വാക്ക് ഒരു കുഞ്ഞ് പറയുന്നത്. നോർമലി ഡെവലപ്പിങ്ങിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നീട് ഒരു വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ അറിയാവുന്ന വാക്കുകളുടെ എണ്ണം കൂടി വരും. അതായത് ഒരു 1.5 വയസ്സാകുമ്പോഴത്തേക്കും 20 വാക്കുകളൊക്കെ അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നീട് 1.5 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 1.5 വയസ്സിന് മുന്നേ തന്നെ കുഞ്ഞുങ്ങൾ നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവർ അവരുടേതായ ഭാഷയിൽ സെൻറ്റൻസസ് പോലെ സംസാരിക്കും. അതായത് ജാർഗൺ സ്പീച്ച് എന്നാണ് പറയുക. അവരുടേതായ ലാംഗ്വേജ് ആയിരിക്കും. അതിൽ ഒരു വാക്ക് നമുക്ക് അറിയാവുന്നുണ്ടാവും. അതിൻ്റെ കൂടെ ആക്ഷൻസ് ഒക്കെ ചേർത്തിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നീട് 1.5 വയസ്സ് കഴിഞ്ഞ് 2 വയസ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് അറിയാവുന്ന 2 വാക്കുകൾ അവർ കമ്പൈൻ ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. 2 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 3 വയസ്സോട് അടുക്കുമ്പോൾ 3 വാക്കുകൾ വരെ കൂട്ടി സംസാരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വാക്കുകളുടെ കൂട്ടി സംസാരിക്കുന്നതിൻ്റെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. പക്ഷേ മിക്ക ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ മിക്ക ആൾക്കാരും സഹായം ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ എല്ലാ വാക്കുകളും പറയുന്നുണ്ട് പക്ഷെ കണക്റ്റഡ് ആക്കി സംസാരിക്കുന്നില്ല, കൂട്ടി സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പം അറിയാവുന്ന വാക്കുകളെ കൂട്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ വൊക്കാബുലറി കൂട്ടാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും? അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതും ഇഫക്റ്റീവ് ആയിട്ടുള്ളതും ബേസിക് ആയിട്ടുള്ളതുമായ 8 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞ് 1.5 വയസ്സ് ശേഷമാണ് ആ ഒരു ഏജിലാണുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് സെൻറ്റൻസസ് ആക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതെങ്കിൽ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനൈന. ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കുഞ്ഞിന് ഒരു ഡിലേ തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈകിക്കാതെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. സ്പീച്ച് തെറാപ്പി നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്പീച്ച് തെറാപ്പി ചെയ്യണം. കാരണം എത്രയും നേരത്തെ നമ്മൾ ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും ബെറ്റർ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, കുഞ്ഞ് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യരുത്. അവർക്ക് അവരുടേതായ സമയം കൊടുക്കുക. അവർ ആ സമയം എടുത്ത് സംസാരിച്ച് കഷ്ടപ്പെട്ട് മുറിഞ്ഞാണെങ്കിലും അവരെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യാന്നല്ലാതെ നമ്മളത് തടസ്സപ്പെടുത്താനോ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനോ പാടില്ല. ടിപ്പ് നമ്പർ 2, കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എന്താ നടന്നത് എന്നുള്ള കാര്യം മുതൽ അവരോട് ചോദിച്ചിട്ട് അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കേട്ട് നിൽക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും കൂടി ചേർന്നിരിക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഫാമിലി ടൈം. ഫാമിലി ടൈമിൽ അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ കാര്യം പറയുമ്പോൾ ആ കുഞ്ഞിനും പറയാനുള്ളത് അല്ലെങ്കിൽ അവർക്കും ഒരു അവസരം നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. ടിപ്പ് നമ്പർ 3, അവോയ്ഡ് ബേബി ടോക്ക്. അതായത് 1.5 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 2 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെടുത്ത് മുന്നേ സംസാരിക്കുന്ന പോലെ കൊഞ്ചി സംസാരിക്കാതിരിക്കുക. കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കാതിരിക്കുക. നമ്മൾ അവരുടെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ടും സിമ്പിളായിട്ടുമുള്ള സെൻറ്റൻസസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ഇങ്ങനെയാണ് ഞാൻ സെൻറ്റൻസുകൾ കൂട്ടി പറയേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത് എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് അവോയ്ഡ് ബേബി ടോക്ക്. ടിപ്പ് നമ്പർ 4, നെറേറ്റ്. ഞാൻ എല്ലാ വീഡിയോസിലും സ്പീച്ച് തെറാപ്പിനെ പറ്റി പറഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ പറയുന്നതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ അവർക്ക് വളരെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈവൻ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ സംസാരത്തിലേക്ക് അവരുടെ ശ്രദ്ധ തീർച്ചയായും വരും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് അവരത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അവർ ചെയ്യുന്നതും, അവരിപ്പോൾ ഡോൾ കൊണ്ട് കളിക്കുകയാണെങ്കിൽ ആ ഡോൾ കൊണ്ട് അവർ കളിക്കുന്നത് എന്താണെന്ന് അവർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. ടിപ്പ് നമ്പർ 5,
അവരെ ഒരു വാക്കിനോട് നമ്മൾ ഒരുപാട് വാക്കുകളിൽ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുട്ടികൾ നമ്മളെടുത്ത് ആവശ്യം പറഞ്ഞു വരുമ്പോൾ ഒറ്റ വാക്കിലായിരിക്കും പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളം എന്ന് മാത്രമായിരിക്കും പറയാം. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഒരുപാട് വാക്കുകളിൽ വേണം റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മോന് ദാഹിക്കുന്നുണ്ടോ, വെള്ളം വേണോ, വെള്ളം എവിടെയുള്ള വെള്ളമാണ് വേണ്ടത്, ഫ്രിഡ്ജിലുള്ള വെള്ളമാണോ വേണ്ടത്, എവിടെയുള്ള വെള്ളമാണോ വേണ്ടത്, കപ്പിലാണോ വേണ്ടത്, ഗ്ലാസ്സിലാണോ വേണ്ടത്, അങ്ങനെ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ, അവർക്ക് ഒരു തിരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് പറയേണ്ടതെന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ടിപ്പ് നമ്പർ 6, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പം എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, ആരാണിത് തന്നത്, മോൻ എവിടെയാണ് വീണത്, അങ്ങനെ പല മാതിരി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അതായത് യെസ് ഓർ നോ എന്ന ആൻസർ വരുന്നതിനേക്കാളേറെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ അവസരങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കും. ഇനിയിപ്പോൾ ഫസ്റ്റ് ഒന്നും കിട്ടിയെന്ന് വരില്ല, ഫസ്റ്റൊക്കെ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതിയോ, നമ്മൾ അവർ വല്ലാണ്ട് പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ സമയം കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് കുഞ്ഞുങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ്, ട്രൂ വേർഡ്സും അതിൻ്റെ കൂടെ അവരുടേതായ ജാർഗൺ സ്പീച്ചും ആക്ഷൻസും എല്ലാം കൂടി കലർന്നിട്ടാണ് ഫസ്റ്റത്തെ അവരെ സ്പീച്ച് വരുന്നത്. പിന്നീടാണ് ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിലേക്ക് അവർ മെല്ലെ എന്താ പറയുക പെർമനൻ്റ് ആയിട്ട് മാറുക. പിന്നീടാണ് കോംപ്ലക്സ് ലെവലിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ അവർക്ക് അതിനുള്ള സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കണം, അത് മറക്കരുത്. ടിപ്പ് നമ്പർ 7, റെഡ്യൂസ് സ്ക്രീൻ ടൈം ആൻഡ് ഇൻക്രീസ് റീഡിങ്. സ്ക്രീൻ ടൈം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറയ്ക്കാന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ തീരെ കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷേ അതിൻ്റെ ഉപയോഗം വളരെ ലിമിറ്റഡ് ആയിട്ട് വെക്കുക. പിന്നെ ആ ഒരു സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന സമയത്ത് എന്താണോ സ്ക്രീനിൽ നടക്കുന്നത് അത് നിങ്ങൾ കൂടെ ഇരുന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവിടെ ഒരു കമ്മ്യൂണിക്കേഷനുള്ള അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കാനുള്ള അവസരം അവിടെ ഉണ്ട്. അതുപോലെ ബുക്സ് റീഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും പിക്ചർ ഡിസ്ക്രിപ്ഷനും എല്ലാം തന്നെ കുട്ടീൻ്റെ സെൻറ്റൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കൂട്ടാനുള്ള ആ ഒരു വൊക്കാബുലറി കൂട്ടാനുള്ള വളരെ നല്ല ആക്ടിവിറ്റിയാണ്. ടിപ്പ് നമ്പർ 8, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങൾ കുഞ്ഞിന് നൽകുക. അതായത് അവരൊരു കാര്യം നമ്മളെടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ജോലി തിരക്കിലാണെങ്കിലും അത് ആ ഒരു സമയത്തേക്ക് നിർത്തിവെച്ച് അവരെ മുഖത്തേക്ക് നോക്കി അവരെന്താണോ പറയുന്നത് അത് കേട്ടിരിക്കാൻ വേണ്ടി ഒരു ക്ഷമ അല്ലെങ്കിൽ ഒരു സമയം നമ്മൾ കണ്ടെത്തണം. കാരണം നമ്മൾ അവർ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അവരെ മുഖത്തേക്ക് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ അവരും അതുപോലെ അത് റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് ഇമിറ്റേറ്റ് ചെയ്യാനാണ് കുട്ടികൾ ആ ഒരു പ്രായത്തിൽ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. സോ ഇത്രയുമാണ് ഈ ഒരു 8 ടിപ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളതും വളരെ സിമ്പിളായിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. ഇത് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞ് ഈ ഒരു 1.5 വയസ്സിന് ശേഷമുള്ള പ്രായത്തിലുള്ള കുഞ്ഞാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് സെൻറ്റൻസ് ഫോം ചെയ്യാൻ വേണ്ടി ഈ ഒരു ടിപ്സ് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെൻറ്റൻസ് ഫോർമേഷന് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.